എല്ലാവർക്കും നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ആൾ. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുജി സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാനൊരു സെബി രജിസ്റ്റർ അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. നമ്മൾ ആദ്യം ഇന്നലത്തെ ചെറിയൊരു ഡിസ്കഷൻ, അതായത് ലൈവിൽ മാർക്കറ്റ് നിഫ്റ്റി അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റി ഓവറോൾ NSE മാർക്കറ്റിൽ ലൈവായിട്ട് രാവിലെ 9:15 മുതൽ വൈകിട്ട് 3:30 വരയ്ക്കും ഈ ലൈവ് മാർക്കറ്റിൽ ഒബ്സർവേഷൻ കൊടുക്കുന്ന യൂട്യൂബ് ചാനൽ വളരെ കുറവാണ്. അല്ലെങ്കിൽ അവർ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. കയ്യിൽ എണ്ണപ്പെടാവുന്ന ആൾക്കാർ മാത്രമേ ഉള്ളൂ. പക്ഷേ ലൈവ് ഒബ്സർവേഷൻ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള അജണ്ട. അത് പറ്റാവുന്ന ദിവസങ്ങളിൽ ടെലഗ്രാം ചാനലിൽ ലൈവായിട്ട് നിഫ്റ്റി ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നുള്ളതും ഡിസ്കസ് ചെയ്യാറുണ്ട്. അതൊരു 85% അക്യൂറസി തരാറുമുണ്ട്. ബാക്കി 15% നമ്മുടെ കയ്യിലല്ല, മാർക്കറ്റ് സുപ്രീമാണ്. ഇന്നലെ അങ്ങനെ എന്താണ് ഇവിടെ നടന്നത്? അങ്ങനെ എന്താണ് ലൈവായിട്ട് നമ്മുടെ ഇവിടെ വലിയ മലമറച്ച് കളഞ്ഞത് ഈ ടെലഗ്രാം ചാനൽ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാർ കാണും. അങ്ങനെ ചോദിക്കുന്ന ആൾക്കാർ കമൻറ്റ് ബോക്സിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ, പേടിക്കണ്ട. രണ്ട് കാര്യം, രാവിലെ നമ്മളൊരു ഡിസ്കോഡ് പറഞ്ഞിരുന്നു. അതായത് ഈ ആദ്യത്തെ 15 മിനിറ്റ് നിഫ്റ്റി ഫ്യൂച്ചറിൻ്റെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ ഓപ്പൺ ആയത് ബിലോ ആണ്, അതായത് പ്രീവിയസ് ഡേ ലോയ്ക്ക് താഴെയാണ് ഓപ്പൺ ആയത് നിഫ്റ്റി ഫ്യൂച്ചർ. അതേസമയം നിഫ്റ്റി സ്പോട്ട് ആണെങ്കിലോ ഓപ്പൺ ആയത് ക്യാൻഡിൽ സ്റ്റിക്ക് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ഇൻസൈഡ് ഓപ്പണും പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിലുമാണ് നിഫ്റ്റി സ്പോട്ട് ഓപ്പൺ ആയത്. ഇത് ഇമ്മീഡിയറ്റായിട്ട് കാണുകയും ഈ ഡിസ്കോഡ് ടെലഗ്രാം ചാനലിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. ശരി, അതിനിപ്പോൾ എന്താ, പോസ്റ്റ് ചെയ്തു, കണ്ടു, ഞങ്ങളും കണ്ടു എന്നല്ലേ നിങ്ങൾ പറയുന്നത്? കറക്റ്റാണ്. പക്ഷെ അവിടെ എന്താണ് നമ്മൾ ഡിസിഷൻ എടുക്കേണ്ടത്? അങ്ങനെ വരുമ്പോൾ എന്താണ് ഡിസിഷൻ എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ആലോചിക്കണം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കിയുള്ള നെക്സ്റ്റ് മൂവ് നടക്കുന്നത്, അടുത്ത ക്യാൻഡിൽ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടാമത്തെ 15 മിനിറ്റിൻ്റെ ക്യാൻഡിലുണ്ടോ, ഇത് എക്സാക്ട്ലി പ്രീവിയസ് ഡേക്ക് അകത്ത്, അതായത് ഇൻസൈഡ് അക്സെപ്റ്റൻസ് കിട്ടുകയും അതിനുശേഷം ഒരു വലിയൊരു മൂവ് മുകളിലോട്ട് കാണുകയും ചെയ്തു. അതിനുശേഷം ഇത് പല ആൾക്കാരും ക്യാൻഡിൽ സ്റ്റിക്ക് വെച്ചിട്ട് നിറച്ച ആൾക്കാരെ അനലൈസ് ചെയ്യുന്നതാണ്. അതായത് ഈ ക്യാൻഡിലുണ്ടോ, ഈ ക്യാൻഡിൽ 11:30 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ, ഇത് നമ്മൾ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. നോർമലായിട്ട് എല്ലാവരും പറയുന്നത് ഇത് മദർ ക്യാൻഡിലാണ്. അതിനുശേഷം 1 2 3 4 5 6 7 8 ഓൾമോസ്റ്റ് 8 ക്യാൻഡിൽ ആ മദർ ക്യാൻഡിലിൻ്റെ 11:30 ക്യാൻഡിലിൻ്റെ ഇൻസൈഡായിരുന്നു. ഇതെല്ലാം 15 മിനിറ്റിൻ്റെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഒരു ചാർട്ടാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിഫ്റ്റി ഫ്യൂച്ചറാണ്. സോ ഈ 11:30 ഈ ക്യാൻഡിലിൻ്റെ അകത്താണ് ഈ അടുത്ത് വന്ന ഒരു 7 ക്യാൻഡിൽ അല്ലെങ്കിൽ 8 ക്യാൻഡിൽ ഫോം ആയത്. ഇതിനെ നമ്മൾ NR7 അല്ലെങ്കിൽ NR4 എന്നൊക്കെ വിളിക്കാറുണ്ട്. നാരോ റേഞ്ച് ബ്രേക്കൗട്ട് എന്ന് പറയും. ഓക്കെ, സോ ഇതൊക്കെ നമ്മളിങ്ങനെ കാണണം. അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കാണുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് മാർക്കറ്റിൽ, അല്ലെങ്കിൽ ഇഷ്ടംപോലെ ട്രേഡേഴ്സ് ഉണ്ട് ഇതേപോലെ കാണുന്ന ആൾക്കാർ. പക്ഷേ ഇത് ഡിസിഷൻ എടുക്കുന്നതിൽ നമുക്ക് കുറച്ചുകൂടെ പഠിക്കാനുണ്ട്. അപ്പോൾ ഇത് നമ്മൾ പോസ്റ്റ് ചെയ്തു അവിടെ. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, ഈ ക്യാൻഡിലിൻ്റെ മുകളിലുള്ള ഹൈ ബ്രേക്ക് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഫോർ 25,150. അത് നമ്മൾ ഉച്ചയോട് കൂടി ഒരു 11-12 മണിയായപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു 25,150 ഓൺ ബോർഡ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഉണ്ട്. ഓഡ്സ് എന്ന് പറഞ്ഞാൽ ഓഡ്സ് എന്നാണ് നമ്മൾ അവിടെ ഇടുന്നത്, ODDS എന്ന് പറഞ്ഞാൽ ഇടുന്നത്. അതിൻ്റെ അർത്ഥം പ്രോബബിലിറ്റി എന്നാണ്. എന്നിട്ട് ഇതിൻ്റെ താഴെ ഈ ക്യാൻഡിലുണ്ടോ, ഇതിൻ്റെ താഴെ ബ്രേക്ക് ചെയ്തു. 11:30 ക്യാൻഡിൽ ഉച്ചയ്ക്ക് 1:45 താഴോട്ട് ബ്രേക്ക് ചെയ്തു. അതും ആ ഒബ്സർവേഷനും ലൈവിൽ ഇടുകയുണ്ടായ ടെലഗ്രാം ചാനലിൽ. താഴോട്ട് നോക്കുന്നില്ല, ഡൗൺ സൈഡ് എൻട്രി എടുക്കുന്നില്ല, നോ എൻട്രി എന്ന് പറഞ്ഞ് ഐ ഡോണ്ട് ടേക്ക് എൻട്രി ഡൗൺ സൈഡ് എന്നും ടെലഗ്രാം ചാനൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതുപോലെ ഈ റിവേഴ്സൽ വന്നപ്പോൾ അകത്ത് കയറുകയും എന്നിട്ട് ഈ ഒരു റൈഡ് ഉച്ചയ്ക്ക് ശേഷമുള്ള ഈ ഒരു റൈഡ് മുകളിലോട്ട് ക്യാപ്ചർ ചെയ്യുകയും ചെയ്തു. ഒരു 35-40 പോയിൻ്റ് പ്രീമിയം ഓപ്ഷൻ ബൈയിങ്ങിൽ കൂടെ കിട്ടി. പ്രോഫിറ്റ് അല്ലേ? ഓക്കെ, സോ ഇങ്ങനത്തെ ഒബ്സർവേഷനൊക്കെ പറ്റാവുന്ന ദിവസങ്ങളിൽ നമ്മുടെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എല്ലാ ദിവസവും പ്രതീക്ഷിക്കേണ്ട, പറ്റാവുന്ന ദിവസങ്ങൾ ഇങ്ങനെ ഇടാറുണ്ട്. ഇന്ന് നമുക്കൊരു ചെറിയൊരു സൈഡ് വേസ് ആകാനായിട്ടുള്ള ചാൻസസ് ഒരു 85% കാണുന്നുണ്ട്. അതായത് ബാലൻസ് മോഡ് എന്ന് പറയും, ഒരു സൈഡ് വേസ് കാണുന്നുണ്ട്.
ഇന്നത്തെ 2 കാര്യങ്ങൾ ആലോചിക്കുക. നമ്മൾ ഈ ആഴ്ച, അതായത് വെള്ളിയാഴ്ച തുടങ്ങിയപ്പോൾ തന്നെ വീക്ക്ലി സപ്പോർട്ട് എന്ന് പറഞ്ഞ് WS മാർക്ക് ചെയ്തിട്ടുണ്ട്. അതേപോലെ WR എന്ന് പറഞ്ഞ് വീക്ക്ലി റെസിസ്റ്റൻറ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ഇവർ ഈ വലിയ വലിയ ആൾക്കാരിൽ നിന്ന് കളിക്കുന്നത്, ഓപ്ഷൻ സെല്ലേഴ്സിൽ നിന്ന് കളിക്കുന്നത്. ഇന്ന് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോള് 85 രൂപ മുതൽ 90 രൂപയാണ് നമ്മുടെ പോയിൻ്റ് ഓഫ് കൺട്രോൾ. 85 to 90 റുപ്പീസാണ് പോയിൻ്റ് ഓഫ് കൺട്രോൾ. അത് എന്തുകൊണ്ടാണ് സൈഡ് വേസ് ആകാൻ കാരണം എന്ന് പറഞ്ഞു വെച്ചാൽ, ഈ ഇന്നലത്തെ ഡേൻ്റെ ഹൈ അല്ലേ ഇവിടെ ഉണ്ട്, അതേപോലെ വീണ്ടും ഒരു ഹൈ ഉണ്ട് ഇവിടെ, ഈ ദിവസത്തിൻ്റെ ഹൈ ആൻഡ് പ്രീവിയസ് ഇവിടുത്തെ ക്ലോസ്, അതായത് 25,170, 190, 150, 180 ഇവിടെയൊക്കെ കുറച്ച് എന്താ പറയുക കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ലൊരു ഗ്യാപ്പ് അപ്പ് ആയാൽ മാത്രമേ നമുക്ക് WR നോക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഫ്ലാറ്റ് ഓപ്പൺ ആയോ അല്ലെങ്കിൽ നിയർ ബൈ 25-95 അവിടെയൊക്കെ ഓപ്പൺ ആയാൽ ഈ ഗ്യാപ്പ്, അതായത് ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ആയിട്ട് 25,90 അല്ലെങ്കിൽ 25,200 അവിടെയൊക്കെ ഓപ്പൺ ആയാൽ ഈ ഗ്യാപ്പ്, അതായത് ഗ്യാപ്പ് അപ്പ് 25,200 ഓപ്പൺ ആയാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനുള്ള സാധ്യതകൾ താഴോട്ട് കൂടുതലാണ്. പിന്നെ ചെറിയൊരു റേഞ്ചാണ്, 100 പോയിൻറ്റിൻ്റെ റേഞ്ചാണ് ഇന്ന് കാണുന്നത്, 100-150 പോയിൻറ്റിന് അകത്തുള്ള റേഞ്ചാണ് കാണുന്നത്. സോ ഇതാണ് ഇന്നത്തെ ലെവൽസും. ഇതൊക്കെ മാർക്ക് ചെയ്തിടുക. നിങ്ങളുടെ ടെക്നിക്കൽസും നിങ്ങളുടെ അനാലിസിസും ഓക്കെ ആണെങ്കിൽ എൻട്രിയും എക്സിറ്റും പ്ലാൻ ചെയ്യുക. വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. ഇത്രയും നേരം കണ്ടതിൽ നന്ദി, നമസ്കാരം. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.